സിമ്പിൾ ഡി പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. ഈ പഞ്ചസാര നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. ഇത് കരിയാതെ നല്ല ബ്രൗണായി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കരിയാതെ നോക്കണം, കരിഞ്ഞാൽ സ്വാദുണ്ടാവില്ല. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് മുറിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലിടുന്നത് കാരറ്റും ഈത്തപ്പഴവുമാണ്. ഇതിൽ ഞാൻ ഇടുന്നത് 1/2 കപ്പ് ഡേറ്റ്സ് മുറിച്ചതും 1/2 കപ്പ് കാരറ്റ് ഗ്രേറ്റ് ചെയ്തതുമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി വേവിച്ചെടുക്കാം. കയ്യിൽ ചെറുതായി ഒട്ടുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. അധിക നേരം മുറുകി വരരുത്, അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തത് 1/4 കപ്പ് ഒലീവ് ഓയിലാണ്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും എടുക്കാം. രണ്ട് മുട്ടയും വേണം. ഒരു കപ്പ് മൈദപ്പൊടി വേണം.
ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഈ കേക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബീറ്റ് ചെയ്യുകയൊന്നും വേണ്ട. ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി മാറ്റി വയ്ക്കാം. 2 മുട്ട മിക്സിയിലടിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മൈദപ്പൊടിയിലേക്ക് തണുക്കാൻ വെച്ച കൂട്ട് ഇട്ട് കൊടുക്കാം. എഗ്ഗും പാലും ഓയിലും മാറി മാറി ഒഴിച്ച് ഇളക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ആ കൂട്ടിലേക്ക് മൈദപ്പൊടി ഇട്ട് ഇളക്കിയെടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. 1/2 കപ്പ് പാല് കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. കുറച്ചായാണ് ഒഴിച്ച് ഇളക്കിയെടുക്കേണ്ടത്. ഇനി ഒലീവ് ഓയിലും കുറച്ചായി ഒഴിച്ച് ഇളക്കിയെടുക്കാം. ഇതൊന്ന് ഇങ്ങനെ ആക്കിയെടുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ. നല്ല സ്വാദാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഇത്. ഇതിൽ പാലൊഴിക്കുമ്പോൾ കുറച്ച് ഒഴിച്ച് ഇളക്കിയെടുക്കുന്നതാണ് നല്ലത്. അതുപോലെ ഓയിലും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ്. വാനിലയുടെ സ്വാദ് ഇഷ്ടമാണെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം.
ബട്ടർ തേച്ച് പൊടിയിട്ട് തട്ടിയ പാത്രത്തിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഡിഗ്രിയിൽ 10 മിനിറ്റ് നേരം ചൂടാക്കി ഓവനിലേക്ക് അരമണിക്കൂർ നേരം വെച്ച് കൊടുക്കാം. അതിനുശേഷം പുറത്തെടുത്ത് ഒന്ന് കുത്തി നോക്കാം. കേക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ കുത്തിയതിൻ്റെ മുകളിൽ ഒന്നും പറ്റിപ്പിടിക്കില്ല. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.